കടുത്ത വേനലിൽ നാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ നിലവിലുള്ള കുടിവെള്ള സംവിധാനം താറുമാറാക്കി നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി. കാഞ്ചിയാർ കോവിൽമല ഇല്ലിക്കമേട് നിവാസികളുടെ കുടിവെള്ളമാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ മുടങ്ങിയത്. നിലവിൽ വലിയ തുക മുടക്കി ഇവർ പുറത്തുനിന്ന് കുടിവെള്ളം വീടുകളിൽ എത്തിക്കേണ്ട ഗതികേടിലാണ്. കാഞ്ചിയാർ പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കോവിൽമല ഇല്ലിക്കമേട് നിവാസികളാണ് നിലവിൽ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയെ നേരിടുന്നത്. ഇവർക്ക് ഒരു പൊതു കുടിവെള്ള സംവിധാനം വർഷങ്ങളായി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നായിരുന്നു നാട്ടുകാർ ദൈനംദിനം വെള്ളം വീട്ടാവശ്യത്തിനും മറ്റുമായി എടുത്തിരുന്നത്. കഴിഞ്ഞ നാളിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ റോഡരികിൽ പൈപ്പുകൾ കുഴിച്ചിടുന്ന പ്രവർത്തനങ്ങൾ നടന്നു. ഈ സമയം നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ JCB ഉപയോഗിച്ച് മാറ്റിയ വേളയിൽ വിവിധയിടങ്ങളിൽ പൈപ്പുകൾ പൊട്ടി. കരാർ എടുത്തിരുന്നവർ തകർന്ന പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയതുമില്ല. ഇതോടെ പ്രദേശവാസികളുടെ കുടിവെള്ളം നാളുകളായി പ്രതിസന്ധിയിലാണ്. വേനൽ കടുത്തതോടെ മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് നിലവിൽ. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരുന്ന കുടിവെള്ളം ഇല്ലാണ്ടാക്കി അവർ പൊട്ടിച്ചിട്ടേച്ച് പോയി. അപ്പോൾ നിലവിൽ കുടിവെള്ളമില്ല. അപ്പോൾ കാശ് കൊടുത്ത് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവരിപ്പം വന്നിട്ട് ഇപ്പോൾ 2 മാസം ആകുന്നുള്ളൂ. 2 മാസമായിട്ട് ഇപ്പോൾ വേനലാണല്ലോ, വെള്ളമില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. സാധാരണക്കാരും കൂലിപ്പണിക്കാരുമായ ആളുകളാണ് മേഖലയിൽ കൂടുതലായി അധിവസിക്കുന്നത്. ഇവരുടെ കുടുംബ ബജറ്റിനെ തന്നെ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്നത് താളം തെറ്റിച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഈ ജലജീവൻ മിഷന്റെ പദ്ധതിയിൽ നിന്നും ഏത് കാലത്ത് വെള്ളം ലഭിക്കുമെന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചയമില്ല, അതിൻ്റെ കോൺട്രാക്ടർക്കും നിശ്ചയമില്ല. എന്നാലും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ കുടിവെള്ള പദ്ധതി ഇനിയിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചെങ്കിലും ഈ തകരാറിലായ പൈപ്പുകൾ പുനഃസ്ഥാപിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഈ ജനങ്ങളെ പറ്റിച്ച് അവരിവിടെ നിന്ന് തടിതപ്പുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴിവിടെയുള്ള നൂറുകണക്കിന് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം വിലയ്ക്ക് വാങ്ങണമെങ്കിൽ 1000 ലിറ്ററിന് അല്ല 1500 ലിറ്ററിന് 600-700 രൂപ നൽകണം. ഇപ്പോൾ പ്രദേശത്ത് പണികളില്ല, കൂലിപ്പണി ചെയ്ത് നിത്യവൃത്തി ചെയ്യുന്ന ആളുകളാണ് പ്രദേശത്തുള്ളത്. എന്നാൽ അവർക്ക് പണിയില്ലാത്തതുകൊണ്ട് കുടിവെള്ളം മേടിക്കണമെങ്കിൽ യാതൊരു മാർഗ്ഗമില്ല. എന്നാൽ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് ആ കുടിവെള്ള പദ്ധതി പൂർവ്വ അവസ്ഥയിലാക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് വേണ്ടി പറയുകയാണത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെട്ട കോവിൽമല, രാജപുരം, സ്കൂൾ കവല, പാമ്പാടിക്കുഴി എന്നിവിടങ്ങളിലേക്കും ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതാണ്. ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന വേളയിൽ നാട്ടുകാർ പൈപ്പുകൾ പൊട്ടിയ വിവരം കരാറുകാരനെ അറിയിക്കുകയും ചെയ്തു. പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് കരാറുകാരൻ അന്ന് ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലൂടെയാണ് മേഖലയിലെ ആളുകൾ കടന്നു പോകുന്നത്.